അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, നമുക്കൊക്കെ ഓരോരോ ആഗ്രഹങ്ങളുണ്ടാവുമല്ലോ. ഈ റമദാൻ മാസത്തിൽ നമുക്ക് പടച്ച റബ്ബിനോട് ചോദിക്കാനും പടച്ച റബ്ബിനോട് ദുആ ചെയ്യാനുമുള്ള ഒരു അവസരമാണ്. അത് നമ്മൾ പാഴാക്കരുത്. എല്ലാ ആഗ്രഹങ്ങളും എല്ലാ പ്രയാസങ്ങളും നമുക്ക് പടച്ച റബ്ബിനോട് പറയാൻ പറ്റിയ ഒരു മാസമാണ്. ഈ ഒരു മാസത്തിൽ നമ്മൾ ധാരാളം അമൽ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ തെറ്റുകളൊക്കെ പുറത്ത് നമ്മൾ മാപ്പ് ചോദിച്ച് മനസ്സൊക്കെ ശുദ്ധിയാക്കി ഇബാദത്തെടുക്കുന്ന ഒരു മാസമാണല്ലോ. അപ്പോൾ നമ്മുടെ ദുആ പടച്ച റബ്ബ് സ്വീകരിക്കാൻ എളുപ്പ വഴിയും കൂടിയാണ്. നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഒരുപാട് അമലുകൾ ചെയ്തിട്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ദുആ പടച്ച റബ്ബ് സ്വീകരിക്കും ഇൻഷാ അല്ലാ. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ഹാജത്ത് നിസ്കാരം പരിചയപ്പെടുത്തി തരാം. ഈ ഒരു ഹാജത്ത് നിസ്കാരത്തിലൂടെ ഒരുപാട് പേർക്ക് ആഗ്രഹങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മുൻഗാമികളായ ഒരുപാട് ഔലിയാക്കളും ഒരുപാട് സഹാബിമാരൊക്കെ നിർവഹിച്ചു കൊണ്ടിരുന്ന ഒരു നിസ്കാരമാണിത്. ഈ ഒരു ഹാജത്ത് നിസ്കാരം നിസ്കരിച്ചിട്ട് ദുആ ചെയ്താൽ ഉറപ്പായിട്ടും നമ്മുടെ ആഗ്രഹം നടന്നു കിട്ടും ഇൻഷാ അല്ലാ. ഒരു ദിവസം കൊണ്ട്, അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ 7 ദിവസം കൊണ്ട്, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇതുപോലെ നിസ്കരിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ദിവസവും നിങ്ങൾക്ക് നിത്യമായിട്ട് ഒരു 7 ദിവസം നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും നിസ്കരിക്കാം. നിങ്ങൾ നിസ്കരിക്കേണ്ട രൂപം രാത്രിയിൽ ഇശാ നിസ്കാര ശേഷം അല്ലെങ്കിൽ തഹജ്ജുദിൻ്റെ ആ ഒരു സമയത്ത് നിസ്കരിക്കുക. എന്നാലാണ് നിങ്ങൾക്ക് ഫലം കിട്ടുക. അർദ്ധരാത്രിയിൽ നിസ്കരിച്ചാൽ അത്രയും ഫലം. ഈ റമദാൻ മാസത്തിൽ അർദ്ധരാത്രിയിൽ നമുക്ക് ഇബാദത്തിൻ്റെ ദിവസവും ഇബാദത്തിൻ്റെ സമയങ്ങളുമാണല്ലോ. റഹ്മത്തിൻ്റെ മലക്കുകൾ വീട്ടിലിറങ്ങി വരുന്ന ഒരു ദിവസങ്ങളാണല്ലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ നിസ്കരിച്ചിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ പടച്ച റബ്ബിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സ്വീകരിക്കും. എനിക്കും ഒരുപാട് ഫലം കിട്ടിയ ഒരു ഇസ്ലാമിക ടിപ്സാണ്. ഞാനും ഒരുപാട് ഇതുപോലെ നിസ്കരിച്ചിട്ട് ഫലം കിട്ടിയ ഒരു ടിപ്സാണ്. ഒരുപാട് പേർക്ക് ഇത് ഫലം കിട്ടിയ ഒരു ഹാജത്ത് നിസ്കാരമാണ്. നിങ്ങൾ നിസ്കരിക്കേണ്ടത് സമയം നിങ്ങൾക്ക് രാത്രിയിൽ ചൂസ് ചെയ്യാം. നിങ്ങൾ നിസ്കരിക്കേണ്ടത് നല്ല ഇഖ്ലാസോടുകൂടി എനിക്ക് പടച്ച റബ്ബ് എൻ്റെ ആഗ്രഹം നടത്തി തരും, ഞാൻ ഈ നിസ്കാരം നിസ്കരിച്ചാൽ എന്ന നിയ്യത്തോട് കൂടിയിട്ട് നിങ്ങൾ ഹാജത്തിൻ്റെ 4 റക്കായത്ത് സുന്നത്ത് നിസ്കാരം നിയത്ത് വെക്കുക. ഈ ഒരു നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്കായത്തിൽ നിങ്ങൾ വജ്ജഹത്തും ഫാത്തിഹയും ഓതിയ ശേഷം 10 ഇഖ്ലാസ് സൂറത്ത് ഓതുക. ശേഷം നിങ്ങൾ നിസ്കാരം കംപ്ലീറ്റ് ആക്കുക. അങ്ങനെ രണ്ടാമത്തെ റക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 20 ഇഖ്ലാസ് സൂറത്ത്, അങ്ങനെ നിസ്കാരം കംപ്ലീറ്റ് ആക്കുക. മൂന്നാമത്തെ റക്കായത്തിൽ 30 ഇഖ്ലാസ് സൂറത്ത്, നിസ്കാരം കംപ്ലീറ്റ് ആക്കുക. നാലാമത്തെ റക്കായത്തിൽ 40 ഇഖ്ലാസ് സൂറത്ത്. ഇങ്ങനെ നിങ്ങൾ നിസ്കരിക്കുക. എന്നിട്ട് സലാം വീട്ടുക. എന്നിട്ട് പടച്ച റബ്ബിനോട് നിങ്ങൾ സുജൂദിൽ പോയിട്ട് നിങ്ങൾ കരഞ്ഞുകൊണ്ടങ്ങ് ദുആ ചെയ്യുക. എന്താണോ മനസ്സിലുള്ള ആഗ്രഹം, എന്താണോ അത്രക്ക് മുറാദുള്ള ആഗ്രഹം, അത് ഉറപ്പായിട്ട് പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ഉറപ്പായിട്ട് പടച്ച റബ്ബ് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ സാധിപ്പിച്ച് തരും. അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട്. നിങ്ങൾ ഒരു ദിവസം നിസ്കരിച്ചാൽ തന്നെ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് ഫലം കിട്ടും. അത് ഉറപ്പാണ്. അത്രക്ക് പ്രതിഫലം കിട്ടും. നമ്മുടെ ഇഖ്ലാസ് സൂറത്താണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. അതും റമദാൻ മാസത്തിലാണ്. അല്ലാഹു നമ്മുടെ ദുആ തട്ടിക്കളയില്ല. നമ്മുടെയൊക്കെ ദുആ സ്വീകരിക്കട്ടെ. ആമീൻ ഇൻഷാ അല്ലാ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടും. നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഈ ഒരു അറിവ് ഷെയർ ചെയ്യുക. അവർക്ക് ഉപകാരപ്പെട്ടാൽ അതിനുള്ള പ്രതിഫലം നിങ്ങൾക്കും കൂടി കിട്ടും ഇൻഷാ അല്ലാ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്.